ഹലോ, വെൽക്കം ബാക്ക് ടു റിഷൂസ് ടോപ്പിയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ ഗിവ് അവേ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിതാ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മോനെ ഒന്ന് ഫ്രഷ് ആക്കി. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്, ബെഡ്ഷീറ്റൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഗിവ് അവേ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ലേ, അവിടെ ഞാനൊരു ഗിവ് അവേ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആക്കുക, ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഡൺ എന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു ലിങ്ക് ഞാൻ 2 days ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുള്ളൂ. അപ്പം പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ പങ്കെടുക്കുക. ഓക്കെ, 2 days കഴിഞ്ഞാൽ ഞാൻ ആ ലിങ്ക് റിമൂവ് ചെയ്യും. അടുത്ത വീഡിയോയിൽ 2 days കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ വിന്നറെ അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പം അതാണ് നമ്മുടെ ഗിവ് അവേ. അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക. അതുപോലെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എനിക്ക് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ കമൻസ് നിന്നായിരിക്കും 2 ആൾ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന ടൈം നിങ്ങൾ എനിക്ക് ആ സ്ക്രീൻഷോട്ട് കാണിച്ചു തന്നാൽ മതി. ആ 2 പേർക്ക് ചെറിയൊരു ഗിഫ്റ്റ് സെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ വാൾ ഡെക്കറില്ലേ എനിക്കിഷ്ടമാണ്. ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് ലൈഫ്. സിമ്പിളാണെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. എനിക്ക് 3 ഭയങ്കര ഇഷ്ടമാണ്. 3 പല ഘട്ടങ്ങളായിട്ടല്ല ഇങ്ങനെ കടന്നു പോകുന്നത്, ക്വാർട്ടറായിട്ട്, ഹാഫായിട്ട്, അങ്ങനെ പിന്നെ അത് റിന്യൂ ആയിട്ട് ഒരു ഫുൾ മൂണാവല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ നമ്മുടെ സൈക്കിൾ, നമ്മുടെ ലൈഫ് സൈക്കിൾ, നമ്മുടെ ഹോർമോണൽ സൈക്കിളൊക്കെ റിലേറ്റഡ് ആണ്. അതായത് നമ്മളും ഇങ്ങനെ എസ്പെഷ്യലി ലേഡീസിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ചേഞ്ചസിലൂടെ ഇങ്ങനെ കടന്നു പോകും. നമ്മളിങ്ങനെ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്ന ടൈം ഇറ്റ് റിമൈൻഡ്സ് മീ ലൈക്ക് ഓക്കെ ഇതും കടന്നു പോകും എന്നൊക്കെ പറയില്ല, അതുപോലത്തെ നല്ലൊരു റിമൈൻഡർ ആട്ടോ. അതുപോലെ 3 ഡേ ടൈം അത്ര വിസിബിൾ അല്ല അല്ലേ, നൈറ്റ് അല്ലേ വിസിബിൾ ആവുക. നൈറ്റ് ആയ ഒരു ഡാർക്ക്നെസ്സിലാണ് 3 നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വിസിബിൾ ആവുന്നത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല, ഇപ്പോൾ ഹാഫ് മൂൺ ആണെങ്കിലും ക്വാർട്ടർ മൂൺ ആണെങ്കിലും ഏതൊരു ഫേസിലും 3 ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ തന്നെ കേട്ടോ നമ്മളും നിങ്ങളും എല്ലാവരും. അപ്പോൾ അങ്ങനെ 3 ചുറ്റിപ്പറ്റി ഒരുപാട് അടിപൊളി കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നെ ഫ്രഷ് ആവണം. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ ഫ്രഷ് ആകുമ്പോൾ നല്ലൊരു സുഖമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു പ്രോഡക്റ്റും കൂടി പരിചയപ്പെടുത്തി തരാം. ഒരു സോപ്പാണ്, ഹാൻഡ് മെയ്ഡ് സോപ്പാണ്, കുറച്ചൊരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുതിയൊരു ബോക്സ് ഓപ്പൺ ചെയ്യാണ് ഇന്ന്. ട്വിബ് എന്ന ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എനിക്കിത് കൊടുത്തു വിട്ടിട്ട് കുറച്ച് മാസങ്ങളായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ റിവ്യൂ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല എവിടെ വീഡിയോ എവിടെ. എനിക്ക് യൂസ് ചെയ്യാനും അതുപോലെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് അവർ സെൻഡ് ചെയ്തത്. ഈ ഒരു സോപ്പ് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയതാണ്. പക്ഷെ പ്രൊമോഷൻ വീഡിയോ കാര്യമായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് പേരിലേക്ക് ഇത് എത്തിയിട്ടില്ല. ഈ ഒരു സോപ്പ് സ്കിന്നിന് ഒട്ടും ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. യൂഷ്വലി നിങ്ങൾ സോപ്പ് യൂസ് ചെയ്താൽ സ്കിന്ന് ഡ്രൈ ആകുന്ന കാണാം. ഞാൻ യൂഷ്വലി സോപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മൈൽഡായിട്ടുള്ള സോപ്പാണ് യൂസ് ചെയ്യാറ്. അതുപോലെ സ്കിന്നിൽ ബ്യൂട്ടി ബെനിഫിറ്റ്സും ഉണ്ട്. അതായത് പെട്ടെന്ന് വരുന്ന ഇങ്ങനെ വൈറ്റനിങ് ക്രീമൊക്കെ യൂസ് ചെയ്ത് വരുന്ന പോലത്തെ ബെനിഫിറ്റ്സ് അല്ല, സ്ലോലി ആയിട്ട് വരുന്ന ചേഞ്ചസ് ആണ്. അതുപോലെ ഇവർ യൂസ് ചെയ്യുന്ന ഈ സോപ്പിൻ്റെ ബേസ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയാണ്. യൂഷ്വലി ഒരുപാട് പേര് ചീപ്പ് ക്വാളിറ്റിയിൽ ചെയ്യാറുണ്ട്. പിന്നെ ഊതിൻ്റെ സോപ്പ്, അവരുടെ ഗുലൂച്ചി ഊതിൻ്റെ സോപ്പാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ലാണ്, ആ ഒരു ഫ്രഷ്നെസ്, അത് നിങ്ങൾക്ക് വേറെ തന്നെ ഫീലായിരിക്കും കേട്ടോ. ഇത് കുളിച്ചിറങ്ങുമ്പോൾ ഉള്ളൊരു ഫീല് വേറെ തന്നെ ആയിരിക്കും. ഞാൻ അവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങളൊന്ന് വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഡിന്നർ പ്രിപ്പറേഷനാണ്. നമുക്കൊരു അടിപൊളി പാസ്ത ഉണ്ടാക്കിയാലോ. അപ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിൾ ഇവിടെ കൊണ്ടിട്ടതാണ് കേട്ടോ. ഇവിടെ എല്ലാ ടേബിളും ഞാൻ വെക്കാറ്. അപ്പോൾ നമ്മൾ ഇന്ന് അടിപൊളി പാസ്ത ആക്കുന്നത്, നിങ്ങൾ പല ടൈപ്പ് പാസ്ത ആക്കിയിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു സ്റ്റൈലിങ് ഇതുവരെ ആക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മായി കാണിച്ചു തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു കാർണോറ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടെ മോഡിഫിക്കേഷനും കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് മുൻപേ ഈ ഒരു സ്റ്റൈൽ ആക്കുന്നവരുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതുവരെ ആക്കാത്തവരാണെങ്കിൽ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം, എന്തായാലും ഇഷ്ടമാവും. കാരണം ഈ വൈറ്റ് സോസ് പാസ്ത ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ ഇത്. എൻ്റെ ഹസ്ബൻഡിന് പൊതുവേ പാസ്ത അത്ര ഇഷ്ടമല്ല കേട്ടോ, വൈറ്റ് സോസ് പാസ്ത. പക്ഷേ ഈ ഒരു പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കസിൻസിനും ഫാമിലിയിലൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടമായിന്.
അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറയാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ചിക്കൻ അത് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്താൽ മതി. ഓക്കെ, ബ്രസ്റ്റ് പീസസ് ഒന്നും വേണമെന്നല്ല. ഇത് മാരിനേറ്റ് ചെയ്യാണ്. ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്രൈ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ഉള്ളി, ക്യാപ്സിക്കം, അതുപോലെ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ചെയ്യുന്നത് എന്നൊരു ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 2 ഉള്ളി, അതുപോലെ ജസ്റ്റ് ഒരു 1/4 പീസ് ക്യാപ്സിക്കം എടുക്കുന്നുള്ളൂ. ഞാൻ 3 കളേഴ്സിലുള്ള ക്യാപ്സിക്കാട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റെഡ് ക്യാപ്സിക്കാണ്. അത് വേറെ തന്നെ ടേസ്റ്റ് തരും. അതുപോലെ തന്നെ തക്കാളി ഒന്നെങ്കിൽ തക്കാളി കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് പ്യൂരി ആക്കിയിട്ടോ അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ടേസ്റ്റ് എന്തായാലും ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ. ഗാർലിക് പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു ക്വിക്കായിട്ട് ക്ലീനിങ് ആട്ടോ. എല്ലാം ഒന്ന് ക്രൗഡഡ് ആകുമ്പോൾ പിന്നെ ഭയങ്കര പണിയാവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് ക്ലീൻ ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാൻ ഞാൻ ഫുഡ് പ്രോസസ്സറാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാനുള്ള വെജിറ്റബിൾസ് ഒന്നും ഇല്ല. 2 ഉള്ളി, ചെറിയ കുറച്ചല്ലേ ഇൻഗ്രീഡിയൻസ് എടുത്തുള്ളൂ. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പം ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് ട്രെൻഡ്യോളിൽ നിന്ന് വാങ്ങിച്ചതാണ്, ബ്രൗൺ ബ്രാൻഡിൻ്റെ. ട്രെൻഡ്യോളിൽ നല്ല ഓഫറിൽ കിട്ടും കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഡിസ്കൗണ്ടിൽ പ്രോഡക്റ്റ്സ് കിട്ടും. അപ്പോൾ നല്ലൊരു ഓഫർ ടൈം ആയിരുന്നു ഞാൻ ഇത് വാങ്ങിച്ചിട്ടുണ്ടായേ. പണ്ടേ എൻ്റെ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാറുണ്ടായിരുന്നു നാട്ടിൽ. ഇതിൻ്റെ ഒരു യൂസ് എനിക്ക് നല്ലോണം അറിയാം. അത്രയും യൂസ്ഫുൾ ആണ്. നമുക്ക് ഫങ്ഷനൊക്കെ വരാമെന്നെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് പണി നടക്കും. ഇതിനിപ്പോൾ ഒരുപാട് ജാർസും മെഷീൻസും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഞാൻ എല്ലാം കാണിക്കുന്നില്ല, ജസ്റ്റ് വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചിട്ടാ വിചാരിച്ച്. ഞാനിപ്പം എല്ലാം ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ഇട്ടത്. ഉള്ളിയും തക്കാളിയും അതുപോലെ ക്യാപ്സിക്കും എല്ലാം ഒന്നിച്ച് തന്നെയാണ് കട്ട് ചെയ്തത്. പിന്നെ ഞാൻ ഈ പാസ്റ്റിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കാരണം നിങ്ങൾക്കിപ്പം ടോട്ടലി എന്തൊക്കെയോ ടോക്ക് വന്നതുകൊണ്ട് പിന്നെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് റെഡിയാക്കിയാണ്. ഇനി ഇതാ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ചെടുത്തിട്ട് പാനിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ ഈ ഒരു ചബ്ബി സെറ്റ്, ഈ ഒരു ഗ്രാനൈറ്റ് കുക്ക്വെയർ സെറ്റും ട്രെൻഡ്യോയിലൂടെ തന്നെ കേട്ടോ വാങ്ങിയത്. ഇതിൻ്റെ പേര് ചബ്ബി എന്നാട്ടോ. കാരണം പുള്ളിക്കാരൻ കുറച്ച് ചബ്ബി ആയതുകൊണ്ട് തന്നെ ഇതിനെ ചബ്ബി സെറ്റ് എന്നാണ് എല്ലാവരും വിളിക്കാറ്. ഈ ഒരു സെറ്റ് പല കളേഴ്സിൽ വരുന്നുണ്ട്. ഗ്രേ വരുന്നുണ്ട്, ബേജ് വരുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ബ്ലാക്ക് കുറച്ചുകൂടെ ഇഷ്ടമായത്. പിന്നെ ഇത് എനിക്ക് നല്ല ഓഫേഴ്സിലാണ് കിട്ടിയത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഗ്രാനൈറ്റ് കുക്ക്വെയർ സെറ്റിൽ ഓഫേഴ്സ് വരുന്നുണ്ടോ എന്ന രീതിയിൽ. അപ്പം ആക്ച്വലി ലാസ്റ്റ് ടൈം നല്ല രീതിയിൽ ഒരു ഓഫർ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ ടൈമായിരുന്നു. ഭയങ്കര ഓഫേഴ്സ് ആയിരുന്നു ആ ഒരു ടൈം ഉണ്ടായത്. അതിനുശേഷം പിന്നെ എല്ലാം നോർമൽ പ്രൈസിലാണ് ഇപ്പം ഗ്രാനൈറ്റ് കുക്ക്വെയർ സെറ്റൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ജസ്റ്റ് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടെ സോട്ട് ചെയ്തിട്ട് ജസ്റ്റ് കവർ ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ. നമുക്കതൊരു ഗ്രേവി ഫോമാറ്റിലാണ് വേണ്ടത്. ഇതാ ക്ലീനിങ്. ഇതാട്ടോ മെയിൻ ഡിഫിക്കൽട്ടായിട്ടുള്ള പാർട്ട്. എസ്പെഷ്യലി കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്നവർക്ക് അറിയാം. ഓരോ പാത്രങ്ങളെടുത്ത് പുറത്തിടും. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പിന്നെ ഈ ഒരു തെർമോയാഡിൻ്റെ പാത്രം ഒരുപാട് എൻക്വയറി വരുന്നത് കേട്ടോ. ഇത് നല്ല സൂപ്പർ സാധനം കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇതാ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഈ മസാലയിലേക്ക് ഞാനിതാ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ വേറെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് സോയ സോസ് ആഡ് ചെയ്യണം. അതുപോലെ മാഗി ക്യൂബ് ആഡ് ചെയ്യുക. ഞാനിപ്പം 1 ക്യൂബ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണെങ്കിൽ 1 or 2 ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് ഈ ക്രീം ചീസ് തന്നെയാണ്. ഈ ട്രയാങ്കിൾ ചീസ് ഞാനിപ്പോൾ ആഡ് ചെയ്യാന്ന്. നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ലെങ്കിൽ ക്രീം ചീസ് ആഡ് ചെയ്യാം. പിന്നെ സ്ലൈസ് ചീസ് ആട്ടോ. സ്ലൈസ് ചീസ് 2 ആഡ് ചെയ്യുക. അപ്പോൾ ട്രയാങ്കിൾ ചീസ് 4 2 സ്ലൈസ് ചീസും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കൂടുതലോ കുറവോ നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി നല്ല ഗ്രേവി രൂപത്തിലായിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ടോട്ടലി ഫ്രീ ആണ്, നിങ്ങളുടെ ഇഷ്ടംപോലെ ഇത് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഗ്രേവി പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ പറ്റുന്ന രീതിയിലോ ഏത് രീതിയിലും നിങ്ങൾക്കിത് നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതായിട്ടാണ് ഞാൻ യൂസ് ചെയ്ത ഫുഡ് പ്രോസസ്സർ. ബ്രൗൺ ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോസസ്സറാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള കമ്പാറ്റബിൾ ആയിട്ടുള്ള ഡിസൈൻ ആട്ടോ വരുന്നത്. അപ്പോൾ
അപ്പോൾ നമുക്ക് എന്താണ് അത്ര സ്പേസ് സേവിങ് ആണ് കേട്ടോ ഇത്. ഒരുപാട് സ്പേസ് ഇതിന് വേണ്ട. പിന്നെ ഇതിന് ഒരുപാട് ജാർസും വരുന്നുണ്ട്, അതുപോലെ ബ്ലേഡ്സും. ഇതിൻ്റെ ഫുൾ സെറ്റോട് തന്നെ കേട്ടോ വരുന്നത്. പിന്നെ ഇതാ ഒരുപാട് ബ്രാൻഡിൻ്റെ ഫുഡ് പ്രോസസ്സർ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ വാങ്ങിക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ല യൂസ്ഫുൾ ആട്ടോ. ഇത് എല്ലാം കൂടി ഒരു സെറ്റായിട്ടാണ് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ വാങ്ങിച്ചോട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രോഡക്റ്റ്സ് കാണാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ഞാൻ വീഡിയോയിൽ ഞാൻ ഒരുപാട് ട്രെൻഡുകൾ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുവിധ പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ലിങ്കിൽ കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാസ്ത ബോയിൽ ചെയ്യാനിടാം. കുറച്ച് ഉപ്പും ഓയിലും കൂടിയിട്ട് നമുക്ക് പാസ്ത ബോയിൽ ചെയ്യാം. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ പോട്ട് എൻ്റെ കുക്കറാണ്. നിങ്ങൾ കണ്ടിനൊന്നും അറിയില്ല, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രഷർ കുക്കർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ആ കുക്കർ നമുക്ക് മൾട്ടി പർപ്പസ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. പ്രഷർ കുക്കറായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ സ്റ്റീൽ പോട്ടായിട്ടും യൂസ് ചെയ്യാം. എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പാസ്ത സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്യാം. നിങ്ങളടുത്ത് എന്തെങ്കിലും സ്പൈസസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒറിഗാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്ത പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സെർവ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് നേരെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മൊസറല്ല ചീസും പിന്നെ ഒറിഗാനോ ഒക്കെ ഇട്ടിട്ട് കുറച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് തന്നെ ചീസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചീസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഗിവ് അവേ ആരും മറന്നേക്കല്ല. പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും പങ്കെടുക്കുക. ഓക്കെ, അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.